വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് രാഹുൽ ഗാന്ധി. ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും രാജിവെക്കണം. ഇതൊന്നും കണ്ട് കോൺഗ്രസ് പിന്മാറില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions. पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन, दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है देश का सबसे बड़ा इशू है, इस पे कल लोकसभा में राज्यसभा में डिबेट हो और हम अपनी बात रख सकें. मेरा मोदी जी से एक सजेशन है एज एलओपी, कल जो हुआ, जो आपकी सरकार ने आपके होम मिनिस्टर ने किया, उसके लिए आप देश के स्टूडेंट से माफी मांगिए और जल्दी से जल्दी एग्जामिनेशन सिस्टम और एजुकेशन सिस्टम्स पर रिफॉर्म शुरू कीजिए. ബി ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലഗോപാൽ, നേരത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ബാലഗോപാൽ കേട്ടോ എന്നറിയില്ല. രാവിലെ CJPയുടെ സമരം നടക്കുന്ന ജന്തർ മന്ദറിൽ എത്തിയപ്പോൾ ഒരു ഉഷാറ് കുറവ് പോലെ തോന്നുന്നു, എന്തുപറ്റി എന്ന് പ്രേക്ഷകരോടൊക്കെ ചോദിക്കുന്നത്. ഞാനും ഇത് ചോദിക്കണം എന്ന് കരുതിയതാണ്. പിന്നെ നമ്മൾ ഗൗരവമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചോദിക്കാതിരുന്നാണോ? ഉഷാറാണല്ലോ അല്ലേ? തീർച്ചയായും ഉഷാറ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഇങ്ങനെ ഈ നിരന്തരം ഇങ്ങനെ ലൈവും അതുപോലെ തന്നെ ജോലി സമ്മർദ്ദവും ഒക്കെ കാരണമാണ് അല്പം ഒരു ഉഷാറ് കുറവ് തോന്നിയത്. പക്ഷെ അത് കുഴപ്പമില്ല, സമയം അങ്ങോട്ട് പുരോഗമിക്കും തോറും ആ ഉഷാറ് വീണ്ടും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും സന്തോഷം. അപ്പം ഞാനിങ്ങനെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു, ഈ രാജി ആവശ്യപ്പെടുന്നത് വളരെ ന്യായമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. രാജ്യത്ത് അങ്ങനെ അധികം പേർക്കും, ഭൂരിഭാഗം പേർക്കും അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മന്ത്രിസഭയ്ക്ക് ഇത് മനസ്സിലാവുന്നില്ല, പ്രധാനമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യായമായി സമരം ചെയ്യുന്ന മനുഷ്യന് എതിരായി ഒരു നിലപാടെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മൂത്തി, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതാണ്. കാരണം പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഈ വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, സർക്കാർ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചനകളൊക്കെ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് JP നദ്ദയും അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗും ഒക്കെ വിവിധ തലത്തിലുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നത്. ഇന്നലെ രാത്രി ഈ ഡൽഹിയിൽ സത്യാഗ്രഹ സമരത്തിൽ കഴിയുന്ന, നിലവിലും അദ്ദേഹം സത്യാഗ്രഹ സമരത്തിലാണ്, സത്യാഗ്രഹ സമരത്തിൽ കഴിയുന്ന സോനം വാങ്ചുക്കിനെ JP നദ്ദയും അതുപോലെ തന്നെ ഈ ജിതേന്ദ്ര സിംഗും മേദാന്ത ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. ആരോഗ്യ വിവരങ്ങൾ തേടിയാണ് എത്തിയതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും മേദാന്ത ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാനെതിരായ നീക്കം കൂടുതൽ ശക്തമാക്കുവാനാണ് CJPയും അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ സമരം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നിരവധി പേരാണ് ഈ ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഏതാണ്ട് 500-ലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഈ ജന്തർ മന്ദറിൽ ഉണ്ട്. രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തങ്ങിയിരുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ ഇന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പ്രദേശത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇന്നും ഈ വിഷയം വളരെ സജീവമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കുവാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഈ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ സമരം അതിശക്തമായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസ് ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, വിദ്യാർത്ഥികളല്ല അവർക്ക് വിഷയം. ഏത് വിഷയത്തെ സംബന്ധിച്ചും പാർലമെന്റിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. പക്ഷേ ആ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ്
തയ്യാറാകുന്നില്ല, മറിച്ച് രാഷ്ട്രീയം കളിക്കുന്നതിനാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകുന്നതെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ രാത്രി എക്സിൽ കുറിച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കുവാൻ തയ്യാറല്ല. അത് ഒഴികെയുള്ള മറ്റേത് വിഷയത്തിലും വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായേക്കുമെന്ന സൂചനകളാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. പക്ഷേ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇത് ഇത്രയധികം ശക്തമായി സമരം വരുന്നതോടുകൂടി ആ സമ്മർദ്ദം എത്രത്തോളം അതിജീവിക്കുവാൻ സർക്കാരിന് സാധിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. വലിയ പ്രതിരോധമുള്ളത് കൊണ്ട് തന്നെ, ചെറുത്തുനിൽപ്പുള്ളത് കൊണ്ട് തന്നെ CJP-യുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം ഏത് തരത്തിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്? ഈ സമരത്തിനെ നേരിടുന്നതിന് ശക്തമായ പ്രതിരോധമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇന്നും അത്തരത്തിൽ, കാരണം ഇന്നലെ നമുക്കറിയാം ഡൽഹിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലുണ്ടായ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുണ്ടായ സമരം, ആ സമരത്തെ തുടർന്ന് ഉണ്ടായ ക്രമസമാധാന വിഷയങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂടി ഈ സമരവും മാർച്ചുമൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പൊതുവെ ഇന്റലിജൻസ് ഏജൻസികളും മറ്റും വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തുൾപ്പെടെ കൂടുതൽ ബാരിക്കേഡുകൾ ഉയർത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കർശന പരിശോധനകൾക്ക് ശേഷമാണ് ഈ ആൾക്കാരെയും മറ്റും കടത്തിവിടുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ ഇന്നലെ ഉണ്ടായ പോലീസിന്റെ അതിക്രമത്തിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള കൂടുതൽ സമരങ്ങൾ ഇന്ന് നടക്കാൻ വേണ്ടിയുള്ള സാധ്യത, മാർച്ചും മറ്റും നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഉണ്ടായ പാർലമെന്റ് മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് 4 FIR-കളാണ് നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ വിവിധ വകുപ്പുകൾ, BNSS-ന്റെയും അതുപോലെ തന്നെ ആംസ് ആക്ട് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ് പോലീസ് കേസുകൾ ചുമത്തിയുള്ള കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തിങ്കളാഴ്ച നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ വിശാലമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. 2 FIR-കൾ കൂടി ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സമരം ഒരു ഭാഗത്ത് ശക്തമാകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള അന്വേഷണവും തുടർ നടപടികളും ശക്തമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മോത്തി.